ആയിട്ട് നമുക്കുള്ളത് സ്പേസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതുകൂടെ ആകുമ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. വി ഇൻ ഡബ്ല്യു വെക്ടർ സ്പേസ് ഓവർ ദി സെയിം ഫീൽഡ് ഓഫ് ആണ്. ദെൻ ദ സെറ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ടു ഡബ്ല്യു. വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള സെറ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എൽ വി ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യും. അതൊരു വെക്ടർ സ്പേസ് ഓവർ എഫ് ആണ്. എൽ വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കൂടെ കളക്ഷനാണ് ഈ പറഞ്ഞ എൽ വി ഡബ്ല്യു എന്ന് പറയുന്നത്. അതൊരു വെക്ടർ സ്പേസ് ഓവർ എഫ് ആണ്. അപ്പോൾ ഇനി എൽ വി വി എന്ന് പറഞ്ഞാൽ വിയിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ്. അതിനെ നമ്മൾ എൽ ഓഫ് വി എന്ന് എഴുതിയാലും മതി. ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പം ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ ഓപ്പറേഷൻസ് എന്താ നമ്മൾ പറയണമല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മാപ്സ് ഇൻ എൽ വി ഈസ് ദെയർ കോമ്പോസിഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമ്പോസിഷൻ ആയിട്ട് എടുത്തിരിക്കുന്നു. ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ ആണ്. ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് alpha f s t is equal to alpha s of t is equal to s of alpha t for each alpha belongs to f. The identity map I serves as the multiplicative identity. അപ്പോൾ ഇവിടുത്തെ എന്താണ് പിന്നെ ഐഡൻറ്റിറ്റി മാപ്പാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എൽ വി ഡബ്ല്യു എന്ന് പറയുന്നത് വെക്ടർ സ്പേസിനകത്തിൽ വരുന്നത്. പിന്നെ ആൽഫ എഫ് എസ് ടി ഇങ്ങനെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൽ വി ഡബ്ല്യു ഇസ് എ വെക്ടർ സ്പേസ് ആണെന്നുള്ളതിൻ്റെ വിശദമായ പ്രൂഫ് താഴോട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? രണ്ട് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. എസ് എൻ ടി എടുത്തു കഴിഞ്ഞാൽ എസ് പ്ലസ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് എക്സ് എന്നാണ് നമ്മൾ അഡിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. എസ് പ്ലസ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് എക്സ് ആണ്. ഈ എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എസ് എന്നും ടിയും എല്ലാം വിന്ന് ഡബ്ല്യൂയിലേക്കുള്ളതല്ലേ. അപ്പോൾ എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇമേജ് ആണ്, എക്സിൻ്റെ ഇമേജ്. എക്സ് വിന്ന് എടുക്കുന്നു, എസ് ഓഫ് എക്സ് ഡബ്ല്യു കിടക്കും. എക്സ് വിന്ന് എടുക്കുന്ന ടി ഓഫ് എക്സ് ഡബ്ല്യു കിടക്കും. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അതിനകത്തിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡിഷൻ ഉണ്ട്. അപ്പോൾ എസ് ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് എക്സിനെ നമുക്ക് ടി ഓഫ് എക്സ് പ്ലസ് എസ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതിനെ നമുക്ക് ടി പ്ലസ് എസ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് എസ് പ്ലസ് ടി സിക്കൽ ടി പ്ലസ് എക്സ് ആണ്. അടുത്തായിട്ട് അസോസിയേറ്റിവിറ്റിയാണ്. ടി വൺ ടി ടു ടി ത്രീ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടി വൺ പ്ലസ് ടി ടു പ്ലസ് അത് ഇതേപോലെ അങ്ങ് നോക്കിയാൽ മതി. അസോസിയേറ്റിവിറ്റി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതേപോലെ തന്നെയുള്ളൂ. സീറോ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സീറോ മാപ്പാണ്. അതായത് എല്ലാ എലമെൻസിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. സീറോ എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ്. ടി പ്ലസ് സീറോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് സീറോ എക്സ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു ടി ഓഫ് എക്സ്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇനി ടി ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു എടുത്താലും നമുക്ക് മൈനസ് ടി എന്ന് പറയുന്നത് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ടി പ്ലസ് മൈനസ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് മൈനസ് ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് എക്സ് മൈനസ് ടി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ടി എടുത്താൽ മൈനസ് ടി ഉണ്ട്. പിന്നെ ഇതെല്ലാം വെക്ടർ സ്പേസസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് റീകളക്ട് ചെയ്യണേ. ആൽഫ ഇൻറ്റു എസ് പ്ലസ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് എസ് ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൽഫ എസ് പ്ലസ് ആൽഫ ടി ഓഫ് എക്സ് എന്ന് എഴുതാം. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ടി എക്സ് എ പ്ലസ് ബീറ്റ ടി എക്സ്. ആൽഫ ടി പ്ലസ് ബീറ്റ ടി ഓഫ് എക്സ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് ബീറ്റ എഫ് ടി എക്സ്. ആൽഫ എഫ് ബീറ്റ ടി ഓഫ് എക്സ്. ഇനി ഫോർ ഓൾ ടി ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു 1 into t of x is equal to 1 into t of x. 1 into t is equal to 1 ആണ്. ഇനി L of v is an algebra എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. ഹിയർ എന്താണ് ഈ ഓൾജിബ്ര? ഹിയർ ദ മൾട്ടിപ്ലിക്കേഷൻ ബിറ്റ്വീൻ എനി ടു എലമെൻറ്റ്സ് ഓഫ് എൽ വി ഡബ്ല്യു ഈസ് ദെയർ കോമ്പോസിഷൻ. അപ്പോൾ ഈ ഓൾജിബ്ര ആകാനുള്ള കണ്ടീഷൻസ് ആണ് താഴോട്ട് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോമ്പോസിഷൻ ഓഫ് ടു ലീനിയർ മാപ്സ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്നാണ് ഒന്നാമത് പ്രൂവ് ചെയ്യുന്നത്. നോക്കിയാൽ മതി, മനസ്സിലാവും. ടി വൺ ഓഫ് ടി ടു ടി ത്രീ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി വൺ ടി ടു ടി വൺ ഓഫ് ടി ടു ടി ത്രീ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. ടി വൺ ഓഫ് ടി ടു പ്ലസ് ടി ത്രീ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി വൺ ഓഫ് ടി ടു പ്ലസ് ടി ത്രീ ഓഫ് എക്സ്. അതെല്ലാം അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ആൽഫ എഫ് എസ് ടി ഈസ് ഈക്വൽ ടു ആൽഫ എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് ഓഫ് ആൽഫ ടി ഫോർ ഈച്ച് ആൽഫ ബിലോങ്സ് ടു എഫ്. ആൽഫ എഫ് എസ് ടി എഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് എസ് ടി എഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് എസ് ഓഫ് ടി എഫ് എക്സ്. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്, നമ്മൾ ഫംഗ്ഷനകത്തോട്ട് ഫംഗ്ഷനായിട്ട് കാണുക ഈ ടീനെ എസിനെ എല്ലാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് ജസ്റ്റ് എക്സ് കൊടുക്കുന്നതും കമ്മ്യൂട്ടേറ്റിവിറ്റി എല്ലാം ഉണ്ട് ഇവിടെ, അസോസിയേറ്റിവിറ്റി എല്ലാം. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ടി ഐ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി മാപ്പ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് ഓൾജിബ്ര ആവുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ സെറ്റിനകത്തുള്ള സൻ ഓൾജിബ്ര എന്ന് പറഞ്ഞില്ലേ അത്. തിയറം 2.58 അടുത്ത വീഡിയോയിൽ പറയാം.